കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ. അതെ. കരൾ കണ്ടെന്നറിയാം. ആ ഒരു ഫ്രേസ് ഒരു പക്ഷെ ഇയാളൊരു ട്യൂൺ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ അതിന് എനിക്കിപ്പോഴും അതിലൊരു ചെറിയ സങ്കടം, അതിപ്പോൾ പറയാൻ അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ആ പാട്ട് അന്നൊക്കെ എല്ലാത്തിനും ഒരു സ്പീഡാണ്. സ്പീഡ് വേണം, സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലാഗാവും, അല്ലെങ്കിൽ ആ പടത്തിന് വേണ്ടുന്നൊരു സ്പീഡുണ്ട്. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കി, ഇത് ഭയങ്കര മെലോഡിയസാണ്. പക്ഷെ കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപൂവേ. ഓർക്കസ്ട്രയൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളി. ശരിക്കും കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപൂവേ എന്ന് പാടിയിരുന്നെങ്കിൽ അത് ഹൃദയത്തിൽ കിടന്ന് തുള്ളു. ഇതിപ്പോ ശരീരമാണ് തുള്ളുന്നത്. പക്ഷെ ഈ പാട്ട് ഇപ്പോഴും ഞങ്ങള് അല്ല, ഇതൊക്കെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇയാളോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്കത് കുറച്ച് ഒരു പൊടി ടെമ്പോ, ഇത്രയൊന്നല്ല, ഇപ്പൊ ഉള്ളതിനേക്കാൾ സ്വല്പ ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ പാടുന്ന ആൾക്കും കുറെ കൂടി ഭാവാത്മകമായിട്ട് അത് പാടാൻ പറ്റും. എടാ അത് എനിക്ക് മറ്റൊരു പാട്ടിലും തോന്നിയിട്ടുണ്ട്. ഏതാണെന്നറിയോ? വീണ്ടും നമ്മുടെ ആദ്യത്തെ പടം, അതിലെ ദൂരെ അത് ആ ടെമ്പോലായിരുന്നെങ്കിൽ, ആ ടെമ്പോലല്ല പാട്ട് അല്ല. ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ. ബിച്ചുവേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ബിച്ചു പറയും ആ ഇമാജിനേഷൻ വരികളിലൂടെ ആവണി തിങ്കൾ, അത് വല്ലാത്തൊരു നൊസ്റ്റാൾജി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതിന്റെ ടെമ്പോ കയറി നിൽക്കുന്നത്, അതേസമയം അതിന്റെ ടെമ്പോ ഇറങ്ങി ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ ദൂരെ മാമലയിൽ. ഇന്നൊക്കെ പാട്ടുകൾ സ്ലോ ആ. ഇന്നത്തെ പാട്ടിന് ആ സ്പീഡ് വേണമെന്നില്ല. പിക്ചറിൽ സ്പീഡ് ഉണ്ടാവും, ക്യാമറ നല്ല കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പാട്ടിന് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഡപ്പാങ്കുത്ത് സോങ്ങുകൾക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ചില പാട്ടുകൾക്ക് ഇപ്പം നമ്മൾ കേട്ടിട്ട് ആസ്വദിക്കുന്ന പാട്ടുകളൊക്കെ അന്ന് ആ കുറച്ച് ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ അതൊരു അപാര പാട്ടായിട്ട് എവർ ഗ്രീൻ സോങ്സ് ഇന്നും ആൾക്കാർ മൂളിപ്പാട്ടുകൊണ്ട് ഇരിക്കുന്ന പാട്ടായിരുന്നു. മുത്തശ്ശി കഥയില് നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരേന, അതിനകത്ത് ഒരു മുത്തശ്ശി ഇങ്ങനെ അത് അന്നത്തെ ടെക്നോളജിയിൽ അത് എന്തിലാ ഇട്ട സാറേ? അന്ന് പിയാനോ അല്ല, കീബോർഡ് തന്നെ ഇട്ടതാണ്. ഒരു സൗണ്ട്. പക്ഷെ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഇതുണ്ട്. വേറൊന്നുമല്ല, പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. അതൊന്ന് പാടൂ സാർ. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. പുലർവേള തൻ പൂഞ്ചോലയിൽ നീരാടിയൻ ആരോമലാൽ ഇതിലെയും വന്നു. അടിപൊളി. സാർ എന്തോ പറയാൻ തുടങ്ങിയായിരുന്നു അതിനെ പറ്റി? ആ ഫീൽ ഞാനിങ്ങനെ ഒന്ന് ഒഴുകിയതാണ്. ഇതിൽ വേറെ ഇതിൽ ഫീല് ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയും? ഞാനിത് ചിലപ്പോൾ എൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പാടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഈ പാട്ട് പാടും. പൂവിനെ കണ്ടു ഞാൻ മോഹിച്ചു ചോദിച്ചു. ഇത് പറയുമ്പോൾ അവളുടെ ഫേസിലൊരു ഗ്ലോ വരും. ഇതാണ് നമ്മുടെ ഇന്ധനം. അപ്പൊ പിന്നെ അവിടെ ഫുൾ റൊമാൻസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ റൊമാൻസ് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മിക്കവാറും കമ്പോസിങ് ഇവരെ വീട്ടിൽ തന്നെ ആയിരിക്കും. എത്രയോ പാട്ടുകൾ ഞാനിപ്പോഴും ഓർക്കുന്നത്. എടോ, നമ്മളെ VKPയുടെ
കർമ്മയോഗി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നില്ലേ? പിന്നെ കർമ്മയോഗി എന്ന് പറയണ, അപ്പൊ അത് എൻ്റെ ഒരു ട്രാക്കേ അല്ല. അപ്പോ അതിന് വേണ്ട ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം പാട്ടൊക്കെ ഞാൻ കൺസീവ് ചെയ്തു. പക്ഷെ ഇതുവരെ ഞാൻ എഴുതാത്തൊരു പാറ്റേൺ ആയിരുന്നു മലർമഞ്ചരിയിൽ. വണ്ടിനെ തളിരതരത്തിൽ മധുനുകര അണയൂ നീ അണയൂ മൃദുവദനേ. വരികൾ ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല അത് മനോഹരമായിട്ട് ആ രഞ്ജിത്ത് വെസ്റ്റേൺ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന സ്റ്റൈലിൽ പാടുന്നുണ്ട്. പക്ഷെ അവൻ ഈ കർണാട്ടിക് സ്വഭാവമുള്ള ഈ പാട്ടുണ്ടല്ലോ അതിമനോഹരമായിട്ട് പാടി. ഒപ്പം മറ്റേ ചിന്മയും പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് രഞ്ജിത്ത് പാടിയത് വാസ് എക്സലന്റ്. ഞാൻ ഇവരുടെ വീട്ടിലിരുന്ന് ചെയ്താ. ഇതിന് വേറെ കാര്യം കൂടി ഇല്ല, ഒരു സ്റ്റോറി. ഇത് വേണമെന്നില്ല, ഞാൻ പറയാം അതിൻ്റെ സംഭവം. അതായത് ഈ പാട്ടിനെ കുറിച്ചിട്ട് ചില സമയത്ത് ചില സംവിധായകർ ഓരോ പാട്ടുകൾ നമ്മളുടെ അടുത്ത് പറയും, അവർക്ക് വേണ്ടുന്ന പാട്ട്. പ്രാണനാഥൻ എനിക്കു നൽകി പരമാനന്ദ മഷൂർ പാട്ട്, ഇരയിമ്മൻ തമ്പിയുടെ വരികൾ. ഇതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കണം. ഞാൻ പറഞ്ഞു അതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കാൻ പറ്റില്ല, ഈ സിറ്റുവേഷന് യോജിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയതാ. പക്ഷെ നല്ല ഫീൽ വന്ന പാട്ടായിരുന്നു. അതെ, പക്ഷെ പടമൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് പ്രകാശ്. പ്രിയൻ സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്ത്. ക്ലാസിക്കൽ കീർത്തനായിരുന്നില്ലേ? നാട്ട ബേസ് ചെയ്ത് മഹാഗണപതി മഹാഗണപതി എന്ന് പറയണ തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. മഹാഗണപതി അതിലല്ലേ ഇപ്പൊ പാടാൻ പറ്റുന്നില്ല. പക്ഷെ അത് വാദിച്ച് പാടി രണ്ടുപേരും, സുജാതയും ശ്രീകുട്ടനും. അല്ല, അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം വെച്ചാല് അതുപോലൊരു ഫ്രൈസില് ഇതുണ്ടാക്കി എടുക്കുക എന്ന് പറയണത്, എഴുതിയെടുക്കുക എന്ന് പറയണത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ഇതില് ഞാൻ ഷിബുവിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല. ഷിബു ഇപ്പൊ കുറേശ്ശെ പാടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അത് ആരോ ട്രെയിൻ ചെയ്ത് എനിക്കറിയില്ല. ഇപ്പം പാടുന്നുണ്ട്. പണ്ട് പാടില്ല, പറയേള്ളൂ. അതിങ്ങനെ കവിത ചൊല്ലുമ്പോൾ സാറൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഷിബു പാടണ്ട, ഞാൻ പാടിക്കോളാം. അങ്ങനെയുള്ള ഷിബു പാട്ട് പാടാനും പോലും ഷിബുവിന് പറ്റാത്ത ഈ ട്യൂണുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അതിന് വരി എഴുതി വരുമ്പോൾ എന്തൊരു ബ്ലെൻഡാന്നറിയോ.